കുഞ്ഞിക്കണ്ണ കുഞ്ഞിക്കണ്ണ എടോ കുഞ്ഞിക്കണ്ണ. പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ടറോസ്റ്റ്, പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞ് കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി. പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളം ഇല്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലൊന്ന് താഴെ ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയായിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴ്ന്ന് വെള്ളം എടുത്തോണ്ടേ ചൂടാക്കിയാ പോരെ, എന്തിനാ കറണ്ട് കളിയുന്നതെന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ള് പൂച്ച കടിച്ചോണ്ടേ അവരുടെ വെറ്റിലച്ചലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളയെ കൊല്ലു. ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താണ്. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാ ചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരുടെ നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞിക്കണ്ണ, ഓ ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയേ. എക്സ്ക്യൂസ് മീ ഒന്ന് മാറിക്കേ. ഹലോ, ശരണാലയത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ വന്നാൽ മതി. ഇവിടെ കോപ്പിയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഹലോ പറയൂ മാഡം. ഒരു മിനിറ്റ്. എന്താ വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ ഇവിടെ? ബെൻ എന്നയാൾ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. നാളെ വരും. പോകൂ. ഒരാൾക്കൊരു അവാർഡ് കിട്ടിയെന്ന് വെച്ച് ഇങ്ങനൊരു ബഹളമുണ്ടോ? പിന്നെ നാണല്ലേ, ശരണാലയത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പുറത്തൊരു ബോർഡ് എഴുതി വെക്കൂ. പറയൂ മാഡം. അഡ്രസ്സോ എഴുതിക്കോളൂ. മിസ്റ്റർ ബെൻ, കെയർ ഓഫ് അഡ്വക്കേറ്റ് PS നെന്മാറയല്ല, അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി. വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ലേ ചിലക്കരുത്. ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെ മോൻ വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയായിട്ട് വന്നിക്കുന്നു ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ തന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോലെ കുരുത്തങ്ങട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു വിടണേ. ഇപ്പൊ പോലെയാ. ശരിക്കും പിടിക്കേ. ഭഗവാനെ, ഗുരുവായൂരപ്പാ. കുഞ്ഞിക്കണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായിട്ട് അളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത്. തന്നെയല്ല, കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന അനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ച് പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നോനാ. കൊലപ്പുള്ളി. എന്റെ അമ്മേ. എന്താ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണം, എല്ലാവരും ഇപ്പൊ ഇറങ്ങണെന്ന്. ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാം. വിളിക്കണോ തന്റെ വക്കീലിനെ? പപ്പനാഭൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ?
ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരുത്തിരി പേടിയില്ലടോ. ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ. എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക വിട്. അണ്ട കള്ളനെയും കൊലപാതകനെയും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്കുക. ഇവിടെ എന്താ ഒരു ബഹളം? ബഹളോ? ആ എന്ത് ബഹളം? മുത്തശ്ശി വെള്ളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ കുഞ്ഞിക്കണ്ണൻ പറയായിരുന്നേ, ഉം. മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. ഓ മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ലാന്ന്. ഉം. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തിച്ചോട് ചോദിക്കണട്ടാ. ഉം. മറക്കല്ലേ. ഏയ് ആ, തള്ളേ കാല് വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം ഞാൻ ചെയ്യരുതേ. അയാൾ നമ്മളെ കൊല്ലൂ മുത്തശ്ശി. ഛീ, അറം പറ്റണ വർത്താനം പറയാണ്ട് കേറി പൊടി അകത്ത് പൊടി. കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാൻ പറ. അതിപ്പം സമയാവുമ്പോ മൂപ്പര് വന്ന് കിടന്നോളൂലേ? ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരിക നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലോക്കത്ത് 5-6 ആളെയും കൂടി വിളിച്ചോ. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഉം? ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ. സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? PS നെന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി അടക്കൂല. ഇപ്പൊ എവിടേക്കാ പടികടന്ന് പോയത്? ഇപ്പൊ പടിയടന്ന് പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ളിയായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് വാദിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു കൊലപ്പുള്ളിയിൽ എങ്ങനെ കൂടെ കൊണ്ടെടുക്കാന്ന് പറഞ്ഞാൽ? അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ പാട്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പം പറഞ്ഞു മനസ്സിലായില്ലേ, പുള്ളിയുള്ള കൊല പഴുപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പുള്ളി കൊല മറ്റേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രയായി. ഇരുന്നിരുന്ന് അഭിമുഖത്തിനുള്ള മൂഡ് പോയി. മൂഡ് എനിക്കും ഇല്ല. മൂടില്ലാത്ത രണ്ടുപേരും സംസാരിച്ച നല്ല മൂടായിരിക്കും. അതാണ് അതിന്റെ സയൻസ്. എടാ, നിക്കടാ അവിടെ. എടാ, നിക്കടാ. എടാ, ബുക്ക് കൊടുക്കടാ അവൾക്ക്. എടാ, ബുക്ക് കൊടുക്കാൻ അടിച്ച് നിന്നെ ഞാൻ ശരിയാക്കും. കൊടുക്കടാ അവൾക്ക് ബുക്ക്. എത്ര ദിവസം കിടക്കാൻ പറ്റും? ഏ? എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? എന്ത്? സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്. ആ, കടിക്കോ കൊല്ലോ എന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഏത് നിമിഷത്തിലും കടിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ. മരിക്കാതെ മരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാൻ. ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക്. കുഞ്ഞിക്കണ്ണൻ പോവുക. നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ. ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു. ആ, അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു. ഉം. ഏറ്റില്ല. ഉച്ചക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയും കൂടി ഒരു നോട്ടം. സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി. എന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം. ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുതെന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ. നീ പോയ എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല. എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്. അങ്കിള്, വക്കീൽ അങ്കിളിന് എങ്ങനെയുണ്ട്? എന്ത്? അങ്കിളിന് അടി കിട്ടിയോ? അടിയോ? അപ്പൊ അങ്കിൾ അറിഞ്ഞില്ലേ? വക്കീൽ അങ്കിളിനെ ആരോ അടിച്ചു. ആശുപത്രിയിലാന്ന് ഫോൺ വന്നു. അപ്പൊ മുത്തശ്ശിയും അമ്മാവനും അങ്ങോട്ട് പോയിരിക്കാം. ഭാഗ്യമുള്ള ആളാ വക്കീല്. അല്ല, ഈ മുഖത്ത് കൊണ്ടാടി കണ്ണിലായിരുന്നെങ്കിലോ? എന്നാ പിന്നെ സൗകര്യായി. ഈ മോന്ത കാണാതെ കഴിയല്ലോ. കുഞ്ഞിക്കണ്ണ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. വക്കീലെ, നമുക്ക് ആ വീട് മാറുക. ഒരു നാശം പിടിച്ച വീടാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ട് എന്തെല്ലാം പുലിവാലികളാണ്. വെറുതെ വീടിനെ പറ്റി നീ കുറ്റം പറയരുത്. ഒരു കൊലപ്പുള്ളി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഞാനാ ഉത്തരവാദി. ഓ, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താന്ന് പറഞ്ഞാൽ മതി. അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പേഴ്സിനകത്ത് പൈസ ഇരിപ്പുണ്ട്. ആ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആ
ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറ്റി അയക്കുക. വളരെ നല്ലേ. കൂടെ നീയും കേറി പോയിക്കോ. ഏ? കൂടെ നീയും കേറി പോയിക്കോന്ന് ബ്ലഡി ഫൂൾ.